ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ദി ആസ്ട്രോണമർ എന്നുള്ള കവിതയാണ് നോക്കുന്നത്. ഇത് ശ്രീ രവീന്ദ്രനാഥ് ടാഗോറാണ് രചിച്ചിട്ടുള്ളത്. അപ്പം ഓരോരുത്തരും ഓരോ കാര്യങ്ങളെയും പെർസീവ് ചെയ്യുന്ന, അതായത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അതുതന്നെയാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ. രണ്ടാളുകൾ ഒരേ സംഭവം കാണുമ്പോൾ ഒരാൾ വിലയിരുത്തുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റൊരാൾ അതിനെ വിലയിരുത്തുന്നത്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കാണുന്നതിലും മനസ്സിലാക്കുന്നതിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ അസ്ട്രോണമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിനെ കുറിച്ചും സ്കൈനെ കുറിച്ചും ഗാലക്സീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിനാണ് അസ്ട്രോണമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കവിതയിലോട്ട് കടക്കാം. ഐ ഓൺലി സെഡ് when in the evening the round full moon gets entangled among the branches of that dadam tree, couldn't somebody catch it? I only said, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. when in the evening, വൈകുന്നേരങ്ങളിൽ, the round full moon gets entangled among the branches of that dadam tree, എപ്പോഴാണോ ആ ഒരു പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ ഈ ദാദം ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊമഗ്രനേറ്റ് ട്രീനെയാണ് പറയുന്നത്, അതായത് ഈ മാതള നാരങ്ങ ഉണ്ടാകുന്ന മരത്തിന്. അപ്പം ഈ ദാദം ട്രീയുടെ ചില്ലകളിൽ ഈ ഫുൾ മൂൺ വന്നിട്ട് എൻടാങ്കിൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങുമ്പോൾ, അതിലിങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുമ്പോൾ, അതായത് ആ ബ്രാഞ്ചസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആയ പോലെയാണ് ഈ മൂൺ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള സമയത്ത് couldn't somebody catch it? ആർക്കെങ്കിലും അതിനെ പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഒരു കുട്ടി. അപ്പോൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ഒരു കുട്ടിയും ആ കുട്ടിയുടെ ദാദയും തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പം ദാദ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്നെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ബ്രദർ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ കുട്ടി ദാദയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ആർക്കെങ്കിലും ഇത് പിടിച്ചൂടെ? ഇതാണെങ്കിൽ ആ ചില്ലകളുടെ ഉള്ളിൽ കുടുങ്ങിയ പോലെയാണല്ലോ നിൽക്കുന്നത് ഈ പൂർണ്ണചന്ദ്രൻ. അപ്പോൾ എന്താണ് ആർക്കും അത് പിടിക്കാനായിട്ട് പറ്റാത്തത്? എന്താണ് ആരും അത് പിടിക്കാത്തത് എന്നുള്ളതാണ്. ബട്ട് ദാദ ലോഫ്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. പക്ഷേ ദാദ എൻ്റെ ക്വസ്റ്റിനെ സീരിയസ് ആക്കി എടുത്തില്ല. അതിനു പകരം ഹി ലോഫ്ഡ് അറ്റ് മീ, എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കുട്ടികളിലെ ഏറ്റവും സില്ലി ആയിട്ടുള്ള കുട്ടി നീയാണ്. സില്ലി എന്ന് പറയുമ്പോൾ ഒരു മണ്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നോർമലി എല്ലാം ഇങ്ങനെ വായിൽ വരുന്നതൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ പറയുന്ന രീതിയിലുള്ളതിനാണ് പറയുന്നത്. അങ്ങനെ ദാദ കുട്ടീനെ കളിയാക്കിയ പോലെ പറയാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികളിലും വെച്ച് നീയാണ് ഏറ്റവും സില്ലി ആയിട്ടുള്ള കുട്ടി. ദ മൂൺ ഇസ് എവർ സോ ഫാർ ഫ്രം us, ഹൗ കുഡ് എനിബഡി ക്യാച്ച് ഇറ്റ്? അങ്ങനെ ഈ ദാദ ചോദിക്കുന്നുണ്ട്, ഈ മൂൺ നമ്മുടെ അടുത്ത് നിന്ന് എത്രയോ ഫാറാണ്, എത്രയോ ദൂരത്തിലാണുള്ളത്, എങ്ങനെയാണ് ആർക്കെങ്കിലും അതിനെ പിടിക്കാനായിട്ട് പറ്റുക എന്ന്. ഐ സെഡ്, ദാദ ഹൗ ഫൂളിഷ് യു ആർ. അപ്പൊ ഞാൻ പറഞ്ഞു, ദാദ എന്തൊരു വിഡ്ഢിത്താണ് പറയുന്നത്, എന്തൊരു വിഡ്ഢിയാണ് എന്നുള്ളത്. ഫൂളിഷ് എന്ന് വെച്ചാൽ വിഡ്ഢിത്തം അല്ലെങ്കിൽ വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലാണ്. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് us പ്ലേയിങ്, വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ? എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ആ വിൻഡോയിൽ നിന്ന് പുറത്തു കൂടെ നോക്കിയിട്ട് നമ്മൾ താഴെ കളിക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കാറുണ്ട്, സ്മൈൽ ചെയ്യാറുണ്ട്. വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചേട്ടൻ പറയോ അല്ലെങ്കിൽ ദാദ പറയോ അമ്മ നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണെന്ന്? അതുപോലെ തന്നെയല്ലേ ഈ ചന്ദ്രനും ഇപ്പൊ കാണപ്പെടുന്നത്, പിന്നെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് കുട്ടി ചോദിക്കുന്നത്. സ്റ്റിൽ ദാദ സെഡ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. എന്നിട്ട് ദാദ പറയാണ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്, നീ ശരിക്കും ഒരു മണ്ടി തന്നെയാണ്. ബേബി വേർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു ക്യാച്ച് ദ മൂൺ? നിനക്ക് ഈ ഒരു മൂണിനെ പിടിക്കാൻ അത്രയുമുള്ള വലുപ്പമുള്ള ഒരു നെറ്റ് എവിടെ നിന്നാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ ഒരു ഡിഫറൻസ് കാണാനുണ്ട്. ദാദ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും സെൻസിബിൾ ആയിട്ടാണ് ചിന്തിക്കുന്നത്, കാരണം കുറച്ചും കൂടി ഏജ് ഉണ്ട്. അപ്പം ഈ ചന്ദ്രൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറുതല്ല എന്ന് ആൾക്കറിയാം. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ കുട്ടി ചന്ദ്രനെ ഒരു വൈറ്റ് ഷൈനി ബോളായിട്ടാണ് കാണുന്നത്. അതിനിപ്പോ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന് എന്താ കുഴപ്പം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ സെഡ് ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. അപ്പൊ കുട്ടി പറയാണ്, പിന്നെന്താ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കൈകൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ദാദ ലോഫ്ഡ് ആൻഡ് സെഡ്, എന്നിട്ട് ദാദ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ. ഇഫ് ഇറ്റ് കെയിം നിയറർ യു, യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഇസ്. അങ്ങനെ ദാദ പറയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികളിലും വെച്ച് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള കുട്ടി നീ തന്നെയാണ്. ഇഫ് ഇറ്റ് കെയിം നിയറർ, അത് ആ മൂൺ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, യു വുഡ് സീ, നിനക്ക് കാണാനായിട്ട് പറ്റും, ഹൗ ബിഗ് ദ മൂൺ ഇസ്, ഈ മൂൺ എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്നുള്ളത്.
ഐ സെഡ് ദാദ വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ. അപ്പൊ ഞാൻ പറഞ്ഞു ദാദയുടെ സ്കൂളിൽ എന്തൊക്കെ നോൺസെൻസ് ആണ് പഠിപ്പിച്ചു തരുന്നത്, ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ദാദ പറയുന്നത്. വെൻ മദർ ബെൻസ് ഹെർ ഫേസ് ഡൗൺ ടു കിസ്സസ് ഡസ് ഹെർ ഫേസ് ലുക്ക് വെരി ബിഗ്. അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ്, അമ്മ നമ്മളെ കിസ് ചെയ്യാനായിട്ട് ആ മുഖം ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത്, തല കുനിക്കുന്ന സമയത്ത് ദാദയ്ക്ക് അമ്മയുടെ മുഖം ഒരുപാട് വലുതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? ബട്ട് സ്റ്റിൽ ദാദ സേസ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. എന്നാലും ദാദ പറയുന്നു യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്, നീ ഒരു മണ്ടിയാണെന്ന് ദാദ പറയുന്നു. നീ എന്താണ് ഇങ്ങനെ വിഡിത്തം പറയുന്നത് എന്നാണ് ദാദ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടാളുകൾ ഒരേ കാര്യത്തിനെ രണ്ട് തരത്തിലാണ് മനസ്സിലാക്കുന്നത് എന്ന് ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ദാദ കുറച്ചും കൂടി വലിയൊരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂണിനെ കുറിച്ചും അങ്ങനെ ഈ മൂണിനെ നമുക്ക് ഇപ്പൊ എടുത്തുകൊണ്ട് വീട്ടിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ കുട്ടി നിഷ്കളങ്കയാണ്, കുട്ടിക്ക് അധികം അറിവില്ല, കുട്ടി കാണുന്നത് അതേപോലെ തന്നെ വിശ്വസിക്കുകയാണ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസിലാണ് മൂണുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് അത് അത്രയും ചെറുതായിട്ട് തോന്നുന്നത് എന്നൊന്നും പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മൂണിനെ കെട്ടി വലിച്ചിങ്ങോട്ട് ഭൂമിയിലേക്ക് ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മൂണെന്ന് പറയുന്നത് അത്രയും വലിയൊരു സാറ്റലൈറ്റ് ആണ് എർത്തിന്റെ. അപ്പം ഒരിക്കലും അതിനെ നമുക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ ബൾബ് പോലെ വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ചെറിയ കുട്ടിയാണ്, അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കുട്ടി ചോദിക്കുന്നത്. പക്ഷെ ദാദയ്ക്ക് കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ധാരണ ഉള്ളത് കൊണ്ട് ദാദയ്ക്ക് തോന്നുന്നത് ഇത് സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുട്ടി എന്ത് സില്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഡിഫറൻസ് ഇൻ ദ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇനി രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഗുരുദേവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ പോയറ്റാണ്, ആർട്ടിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ പോംസിന്റെ ഒരു കളക്ഷനാണ് ഗീതാഞ്ജലി. ഈ ഗീതാഞ്ജലി എന്നുള്ള കളക്ഷന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട് 1913. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ലിറ്റററി ഐക്കൺ മാത്രമായിരുന്നില്ല. അതായത് അദ്ദേഹം ലിറ്ററേച്ചറിന്റെ ഫീൽഡിൽ മാത്രം ഫേമസ് ആയിരുന്ന ഒരാളല്ല. അദ്ദേഹം നമ്മുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസിൽ, ഫ്രീഡം സ്ട്രഗിൾസിലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹമാണ് നമ്മുടെ നാഷണൽ ആന്തമായിട്ടുള്ള ജനഗണമനയുടെയും അതേപോലെ തന്നെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം ആയിട്ടുള്ള അമർ ഷോണാർ ബംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് നാഷണൽ ആന്തംസിന്റെയും കമ്പോസർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ലൈഫ്, ലവ് ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഭംഗി, അതിന്റെ ഒരു ആസ്വാദനം, അതുപോലെ തന്നെ സ്നേഹം, മനുഷ്യർ തമ്മിലുള്ള ഒരു ഇന്റർഡിപെൻഡൻസ്, സ്നേഹം, ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ മെയിൻ ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ തീംസ് ആയിട്ട് വരാറുള്ളത്. ഇപ്പൊ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ട് എന്ന് കാണിച്ചു തരാനായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു സന്ദർഭം, ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഈ ഒരു കവിതയിലും കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത് രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെയാണല്ലോ കാണിക്കുന്നത്. ഒരു ദാദയും ദാദയുടെ അനിയത്തിയും കൂടി ഇന്ന് സംസാരിക്കുമ്പോഴുള്ള പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു കവിതയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.